ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? ഇത് ഞായറാഴ്ചത്തെ കുറേ പെർഫോമൻസ് ആയി കാണുന്നു കേട്ടോ. ഒരു വീഡിയോ എടുക്കാൻ വല്ലപ്പോഴേ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ചുമ്മാ ഒരു റീൽ എടുത്തതാണ് കേട്ടോ. അപ്പം ഇതെൻ്റെ പുതിയ ചുരിദാറാണ്. ചുരിദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബിജുവാണ് എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്തു തന്നതാണേ. എൻ്റെ അല്ല, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്തു തന്ന. അത് ഞങ്ങൾ നിന്ന് എല്ലാവരും കൂടി തിരുനക്കര അമ്പലത്തിൽ ദീപാരാധന തൊഴാൻ പോവുക കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ടായിരുന്നു നമുക്കിങ്ങനെ തൊഴാൻ പോകണം എന്ന്. സാധാരണ ഉത്സവം ആകുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാം ദിവസം പോയി നിർമ്മാല്യം തൊഴാറുണ്ട്. ദീപാരാധന തൊഴാൻ അങ്ങനെ പോയിട്ടില്ല. അങ്ങനത്തെ അമ്പലത്തിലേക്ക് ചെന്ന് നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു, മഴയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് സുഖമായിട്ട് തൊഴുത് ഇറങ്ങാൻ പറ്റിയേ. ചെന്നപ്പോഴത്തേക്ക് ടൈം ആയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ചുറ്റും പ്രദക്ഷിണമൊക്കെ വെച്ചതിന് ശേഷം ആണ് അകത്ത് കയറിയത് കേട്ടോ. അപ്പോൾ അച്ചു ആണ്ട് നന്ദിയുടെ ചെവിയിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും പറഞ്ഞതിന് ശേഷം രണ്ടുപേരും അതിനെപ്പറ്റി ചർച്ച ചെയ്ത് നടന്നു വരുവാണേ. അങ്ങനെ നമ്മളിതാ പുറത്തെല്ലാം തൊഴുതു, അകത്തും എല്ലാം കയറി ദീപാരാധന തൊഴുതിന് ശേഷം നമുക്ക് താഴെ കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഇവരാരും പോയിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ അവിടെ പോയിട്ടുള്ള അമ്പലമാണ്. കാരണം ഞങ്ങൾ എന്നും സ്കൂളിൽ പോകുമ്പോൾ ഇന്നും തിരുനക്കരയിൽ പോവാതെ സ്കൂളിൽ പോകാറില്ലായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു നമ്മുടെ ഓരോ ദിവസവും. ഇത് അവിടെ ചെന്ന് അഞ്ചുനെ കൊണ്ട് മഞ്ചാടിക്കുരു വാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലോർത്ത്, ദൈവം മഞ്ചാടിക്കുരു ഒക്കെ വാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുത്തക്കേട് കൂടുപോകുമെന്ന് ഇങ്ങനെ മനസ്സിലോർത്ത് കേട്ടോ. അതിനുശേഷം നമ്മളിതാ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു പുതിയൊരു കട, ഇഡലി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഷോപ്പ് കേട്ടോ. നമ്മളെന്താ പുതിയ ഷോപ്പാണെന്ന് അറിയത്തില്ല, നല്ല എന്തായാലും പുതിയതായിട്ട് തുടങ്ങിയായിട്ട് തോന്നുന്നത്. നമ്മളിതൊരു ആ ഒരു ഷോപ്പ് കണ്ടിട്ടില്ല, കോവായി ഇഡലി. അങ്ങനെ ഇഡലിയുടെ പല വെറൈറ്റി സംഭവങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത് ആദ്യം നമ്മളൊരു കട്ട്ലേറ്റ് ഓർഡർ ചെയ്ത് വെജിറ്റബിൾ കട്ട്ലേറ്റ്. അപ്പം അത് ഞങ്ങൾ 3 രൂപ ചെയ്തുള്ളൂ. ഞങ്ങൾ 3 രൂപ കഴിച്ചു. നല്ല കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഭവ്യ സാമ്പാർ ഇഡലിയാണ് ഓർഡർ ചെയ്തത്. സാമ്പാറിനകത്ത് മുങ്ങി തപ്പി കിടക്കുന്ന പോലത്തെ ഇഡലി. പിന്നെ ഇത് അച്ചുമോനായിട്ട് മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ പെപ്പർ ഇഡലിയായിരുന്നു. പിന്നെ ബിജുവിനാണെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ള ഇഡലിയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും വെറൈറ്റി ആയിട്ടുള്ള ഇഡലി എല്ലാം ട്രൈ ചെയ്തു. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ ടോക്കൺ എടുത്തരണം. ടോക്കൺ എടുത്തതിന് ശേഷം നമുക്ക് ഫുഡ് കൊണ്ട് തരത്തുള്ളൂ കേട്ടോ. അങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി. അങ്ങനെ തന്നെ നമ്മളെല്ലാവരും കഴിച്ചു. പിന്നെ കോഫി ഉണ്ടായിരുന്നു. കോഫി നമ്മൾ മധുരമൊക്കെ നമ്മൾ തന്നെ ഇട്ട് കുടിക്കണേ. അങ്ങനത്തെ എന്തായാലും അടിപൊളി കടയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ